റബ്ബ് സുബ്ഹാനഹു വ തആല നബി തങ്ങളോട് പറയുന്നത് കേട്ടോ, വലഖദ് നഅലമു അന്നക യദീഖു സദ്റുക ബിമാ യഖൂലൂൻ. എതിരാളികൾ പറയുന്ന വിമർശനങ്ങൾ കേട്ട് തങ്ങളെ മനസ്സ് വിഷമിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം നബിയേ. ഏത് എതിരാളിയെയും നേരിടാൻ എന്താ വേണ്ടത്? ഏത് ശത്രുവിനെയും നേരിടാൻ എന്താ വേണ്ടത്? അതാണ് ശേഷം പറഞ്ഞു ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, തങ്ങൾ അല്ലാഹ്ക്ക് തസ്ബീഹ് ചൊല്ലിക്കോ, അല്ലാഹനെ പുകഴ്ത്തി പറഞ്ഞോ. ബിഹംദി റബ്ബിക, തങ്ങളെ റബ്ബിനെ സ്തുതിച്ച് അൽഹംദുലില്ലാ പറഞ്ഞോ. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി ചൊല്ലിക്കോ. വകും മിനസ് സാജിദീൻ, തങ്ങളതാ നെറ്റി ഭൂമിയിൽ വെച്ച് സുജൂദ് ചെയ്യുന്ന നിസ്കാരക്കാരനായിക്കോ. അതേ ശരീരത്തിൽ, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ബഹുമാനമുള്ള സ്ഥലമല്ലേ മുഖം? നമ്മൾ പറയലെന്നെങ്ങനെയാ? മുഖത്തോക്കിയിട്ട് എങ്ങനെയാ പറയാ? അല്ലേ, മുഖത്തോക്കി പറയേണ്ടെന്ന് വിചാരിച്ച് ഞാനിങ്ങ് പോകുന്നു. അതിന്റെ അർത്ഥം മുഖത്തിന് വലിയ ബഹുമാനമുണ്ട്. ശരീരത്തിൽ ഏറ്റവും ബഹുമാനമുള്ള സ്ഥലമാണ് മുഖം. ആ മുഖം ഉൾക്കൊള്ളുന്ന നെറ്റി, ആ നെറ്റി ശരിക്ക് ഭൂമിയിൽ വെച്ചുകൊണ്ട്, അല്ലേ, അത് തലേക്കെട്ടിന്റെ മേലെ പറ്റൂല, മുടിയുടെ മേലെ പറ്റൂല, മറിച്ച് നെറ്റി ശരിക്കും ഭൂമിയിൽ വെച്ചുകൊണ്ട് സുജൂദ് ചെയ്യുക. കാലിന്റെ മുട്ടുവെക്കണം, കൈ അതിന്റെ പള്ളഭാഗം അല്പമെങ്കിലും വെക്കണം. കാലിന്റെ വിരൽ പ്രത്യേകം ഞാൻ പറയാണ് ആ മസാല. കാലിന്റെ വിരൽ അത് കൂട്ടിവെച്ചാ പോരാ. ചിലരൊക്കെ നിസ്കരിക്കുമ്പോ ബാക്കിൽ ചെന്നാ കാണാ കാലിന്റെ വിരൽ ഇങ്ങനെ മടക്കി കോട്ടി വെച്ചിരിക്കുന്നത്. സുജൂദ് ശരിയാവില്ല. പിന്നെ എങ്ങനെ വെക്കണം? കാലിന്റെ വിരലിന്റെ പള്ള വെക്കണം, അടിഭാഗം വെക്കണം. അങ്ങനെ സുജൂദ് ചെയ്യണം. ആ സുജൂദ് വലിയ ബഹുമാനമാണ്, വല്ലാത്ത ബഹുമാനമാണ്. അതുകൊണ്ട് അല്ലാഹുവിനല്ലാതെ അത് സുജൂദ് പറ്റൂല. സുബ്ഹാനല്ലാഹ്. അജ്മീറിൽ പോയിട്ട് മഖ്ബറക്ക് സുജൂദ് ചെയ്യുന്ന ജാഹിലീങ്ങളുണ്ട്. അതുപോലെ വേറെ ചില ഖബറിന് പോയി സുജൂദ് ചെയ്യുന്ന ജാഹിലീങ്ങളുണ്ട്. ശൈഖന്മാരാണെന്നും പറഞ്ഞിട്ട് ചിലരെ അവരോധിച്ചിരുത്തിയിട്ട് വ്യാജ ശൈഖന്മാരുടെ പിന്നാലെ പോയി അവരെ ഇങ്ങനെ ഇരുത്തിയിട്ട് അവരെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന എത്രയോ വിവരം കെട്ട വ്യാജ ത്വരീഖത്തുകാരുണ്ട്. ഓ സുഹൃത്തുക്കളെ, പെട്ടുപോകണ്ട. പടച്ചവനല്ലാതെ സുജൂദ് ചെയ്യാൻ പറ്റൂല. ഫത്ഹുൽ മുഈനിൽ കണ്ടില്ലേ, ഇമാം നവവി തങ്ങൾ റൗളയിൽ പറഞ്ഞത് കണ്ടില്ലേ, വസുജൂദുൽ ജഹലത്തി ബൈന യദൈ മശായിഖിഹിം ഹറാം. ശൈഖന്മാരുടെ മുമ്പിൽ വിവരം കെട്ടവർ ചെയ്യുന്ന സുജൂദ് പച്ച ഹറാമാണ്. റുബ്ബമാ യുഅദ്ദി ഇലൽ കുഫ്രി, ചിലപ്പോൾ അത് ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്നതിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന കടുത്ത തെറ്റാണ്. ഓ മുഅ്മിനീങ്ങളെ, ആരും തെറ്റിദ്ധരിക്കണ്ട. മഖ്ബറകളിൽ പോയിട്ട് സുജൂദ് ചെയ്യുന്നതിനെയോ, മഖ്ബറ ഇങ്ങനെ ചുറ്റുന്നതിനെ തവാഫ് ചെയ്യുന്നതിനെയോ, മഖ്ബറയിൽ പോയിട്ട് തോന്നിവാസം ചെയ്യുന്നതിനെയോ, മഖ്ബറകളിൽ ആണും പെണ്ണും കൂടിക്കലരുന്നതിനെയോ, മഖ്ബറകളിൽ പോയിട്ട് ആ മഹാന്മാരായ ഔലിയാക്കൾ പൊരുത്തപ്പെടാത്ത ഏത് കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടോ അതിലൊന്നും പണ്ഡിതന്മാർ ഉത്തരവാദികളല്ല. മുമ്പും
മുമ്പും പിമ്പും എന്നും എപ്പോഴും സർവ്വ പണ്ഡിതന്മാരും നമ്മളെ ഇമാമിങ്ങൾ മുഴുവനും അവരെ കിതാബുകളിൽ അതിനെതിരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ മിനിഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, മഹാന്മാരെ മഖ്ബറ സിയാറത്ത് ചെയ്യുന്നത് പുണ്യമാണ്, അത് ബറക്കത്താണ്, അത് വലിയ വലിയ മുറാദ് ഹാസിലാകാൻ കാരണമാണ്. യതഫാവതു ബിഖദ്രി ദറജാതിഹിം, അതേ ആ മഹാന്മാരെ സിയാറത്ത് ചെയ്യുന്നതിനാൽ ലഭിക്കുന്ന ഗുണങ്ങള് യതഫാവതു ബിഖദ്രി ദറജാതിഹിം, അവരുടെ പദവി അനുസരിച്ച് ഏറ്റ വ്യത്യാസമുണ്ടാകും. ബദരീങ്ങളെ ഖബർ സിയാറത്ത് ചെയ്യുന്നതും നമ്മളെ നാട്ടിലെ ഏതോ ഒരു വലിയന്റെ ഖബർ സിയാറത്ത് ചെയ്യുന്നതും ഒരുപോലെയല്ല. ആ കിടക്കുന്ന മഹാന്മാർക്ക് എത്ര പവർ കൂടുതലുണ്ടോ അതനുസരിച്ച് അവരെ സിയാറത്ത് ചെയ്യുന്നവർക്ക് കൂടുതൽ കൂടുതൽ ഫലം കിട്ടുമെന്ന് ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യയിൽ രേഖപ്പെടുത്തിയത് കാണാം. അതുപോലെ സർവ്വ ഇമാമികളും രേഖപ്പെടുത്തിയത് കാണാം. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, അതാ അങ്ങാടിയിൽ നിന്ന് തല്ലുണ്ടാക്കുന്നവൻ പോലീസ് സ്റ്റേഷനിൽ പോയി തല്ലുണ്ടാക്കുമോ? അതേതായാലും ഒരു റൗഡിയും അതിന് മുതിരൂലല്ലോ. സുഹൃത്തുക്കളെ, അതാ അങ്ങാടിയിൽ നിന്ന് പുകവലിക്കുന്നവൻ കോടതിയിൽ പോയി സിഗരറ്റ് വലിക്കുമോ? അതേ ജഡ്ജിയുടെ മുമ്പിൽ അത് ചെയ്യൂലല്ലോ. എന്നാൽ ആർക്കും സുജൂദ് ചെയ്യാൻ പാടില്ല അല്ലാഹുവിനല്ലാതെ. അത് ഇസ്ലാമിന്റെ നിയമമാണ്. എന്നാൽ ആ നിയമം ലോകത്ത് പഠിപ്പിച്ച ഔലിയാക്കൾ അവരെ മുന്നിൽ പോയിട്ട്, അവരെ മഖ്ബറയിൽ പോയിട്ട്, അവരെ മുന്നിൽ നിന്ന് തന്നെ പച്ച ഹറാമ് ചെയ്യുന്നവൻ അതേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കത്തിക്കുത്ത് നടത്തുന്നവനേക്കാൾ വിവരം കെട്ടവനായി പോയി. ഇതുപോലെ മഹാന്മാരായ ഔലിയാക്കളെ മഖ്ബറയിലേക്ക് തലമറക്കാതെ മാറുമറക്കാതെ പോകുന്ന ചില സ്ത്രീകളില്ലേ, അതും ഔലിയാക്കള് പൊരുത്തപ്പെടൂല. അതേ അറിയപ്പെട്ട ഔലിയാക്കളെ മഖ്ബറകൾ സിയാറത്ത് ചെയ്യുന്നത് സ്ത്രീകൾക്കും പുണ്യമാണ്. പക്ഷേ അത് ശരീരം പൂർണ്ണമായി മറച്ചുകൊണ്ടല്ലാതെ പാടില്ല. യാത്ര ചെയ്യുമ്പോൾ കാണാനും തൊടാനും പറ്റുന്ന ഒരു പുരുഷൻ കൂടെ ഉണ്ടെങ്കിലല്ലാതെ പാടില്ല. ആരെങ്കിലും ടൂറ് പോകുമ്പോ കൂടെ അങ്ങ് പോകാൻ പറ്റൂല. കാണാനും തൊടാനും പറ്റുന്ന പുരുഷൻ വേണം, അല്ലാതെ യാത്ര ചെയ്യാൻ പറ്റൂല. ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കണം. ആ ശരീഅത്ത് വിട്ടുകൊണ്ടൊരു തരീഖത്തില്ല. ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون. ഓ നബിയേ, അങ്ങേക്ക് നമ്മളൊരു ശരീഅത്ത് തന്നിട്ടുണ്ട്, നിയമം വ്യവസ്ഥ തന്നിട്ടുണ്ട്, അത് ഫോളോ ചെയ്ത് ജീവിച്ചോളണം. അറിവില്ലാത്തവരുടെ വിവരക്കേട് പിന്തുടർന്ന് ജീവിച്ചുകൂടാ. ഇരിക്കട്ടെ സഹോദരന്മാരെ, പടച്ചവർ ചെയ്യുന്ന ഇബാദത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സുജൂദ് ചെയ്തുകൊണ്ടുള്ള നിസ്കാരം കേട്ടോ. എന്നാൽ അല്ലാഹുവിന് വെറുതെ സുജൂദ് ചെയ്യാമോ? ഇപ്പൊ ഒരാൾ ഉദു എടുത്ത് വന്നിട്ട് ഒരൊറ്റ സുജൂദ് അല്ലാഹ്, അങ്ങനെയും ചെയ്യാൻ പറ്റില്ല. പിന്നെ സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുക, ആ നിസ്കാരത്തിൽ സുജൂദ്. പിന്നെ ഒരു സുജൂദുണ്ട്, തിലാവത്തിന്റെ സുജൂദ്. അതായത് പരിശുദ്ധ ഖുർആനിൽ പ്രത്യേകം ചില ആയത്തുകൾ ഓതിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സുജൂദ് ചെയ്ത് പഠിപ്പിച്ചു, അല്ലേ? സുജൂദ് ചെയ്യാൻ പഠിപ്പിച്ചു. അത് തിലാവത്തിന്റെ സുജൂദ്. ഇതാണ് ഇഖ്റ ബിസ്മി എന്ന സൂറത്തിന്റെ അവസാനം വസ്ജുദ് വഖ്തരിബ്. അത് ഓതിയാൽ അവിടെ സുജൂദ്. കേട്ടവനും സുന്നത്തുണ്ട്, ഓതിയവനും സുന്നത്തുണ്ട്. പക്ഷേ നിസ്കാരത്തിലാണ് കേട്ടതെങ്കിൽ, ഓതിയത് ഇമാമാണെങ്കിൽ നമുക്ക് സുജൂദ് ചെയ്യാം. ഇമാം അല്ലാത്ത പുറത്തുള്ള ഒരാൾ ഓതിയിട്ട് കേട്ടാൽ നമുക്ക് നിസ്കാരത്തിൽ സുജൂദ് ചെയ്യാൻ പറ്റില്ല. ഇമാമ സുജൂദിലേക്ക് പോകുമ്പോ നമ്മളും പോകണം, പോയില്ലെങ്കിലും കുഴപ്പമാണ്. അപ്പൊ ഇരിക്കട്ടെ, അങ്ങനെ തിലാവത്തിന്റെ സുജൂദ് ഉണ്ട്. വേറൊരു സുജൂദ് ഉണ്ട് കേട്ടോ, ശുക്റിന്റെ സുജൂദ്. അതെങ്ങനെ?
ഒരു വല്ലാത്ത ജനങ്ങൾ വെറുക്കുന്ന ഒരു രോഗം പിടിച്ചിരിക്കുന്ന ഒരാൾക്ക്, കുഷ്ഠരോഗം പിടിച്ചിരിക്കുന്നു, അല്ലാഹു കാക്കട്ടെ. ആ കുഷ്ഠരോഗി വരുന്ന സമയത്ത് അല്ലാഹ് ഇങ്ങനെ ഒരു രോഗം എനിക്ക് നീ തന്നിട്ടില്ലല്ലോ എന്നതിന് നന്ദിയായി പടച്ച റബ്ബിനൊരു സുജൂദ്. പക്ഷേ ആ രോഗി കാണുന്ന സ്ഥലത്തുനിന്ന് ചെയ്യരുതേ, ആ രോഗിയുടെ മനസ്സിന് വിഷമമാകൂലേ? ആ രോഗി ശ്രദ്ധിക്കാത്ത സ്ഥലത്ത് പോയിട്ടൊരു സുജൂദ് ചെയ്യണം, അത് സുന്നത്താണ്. അത്തരം രോഗികളെ കാണുമ്പോൾ ഒരു സുജൂദ്, അത് ശുക്രിന്റെ സുജൂദാണ്. എന്നാൽ വേറെ ഒരു സുജൂദുണ്ട് കേട്ടോ. അതേതാ സുജൂദ്? അതാ ആരെ കണ്ടിട്ടാ നമ്മൾ സുജൂദ് ചെയ്യുന്നത്? അവന്റെ മുമ്പിൽ വെച്ച് തന്നെ ചെയ്യൽ സുന്നത്ത്. അതാരാണെന്നറിയോ? ഒരു പന്നിയെ കണ്ടാലല്ല, പന്നിയെ കണ്ടാ ശുക്രിന്റെ സുജൂദ് സുന്നത്തില്ല, നായയെ കണ്ടാല് ശുക്രിന്റെ സുജൂദ് സുന്നത്തില്ല, കുരങ്ങനെ കണ്ടാ ശുക്രിന്റെ സുജൂദ് സുന്നത്തില്ല. അതേ സമയത്ത് നിസ്കാരമൊഴിച്ച് നടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടാൽ, പരസ്യമായി നിസ്കരിക്കാതെ ജുമുഅ സമയത്ത് അങ്ങാടിയിൽ അണിഞ്ഞു തിരിഞ്ഞു നടക്കുന്നവൻ, നിസ്കാരമൊഴിച്ച് നടക്കുന്നവൻ, പരസ്യമായി കള്ളുകുടിച്ച് നടക്കുന്നവൻ, പരസ്യമായി അന്യപെണ്ണുമായി വ്യഭിചരിക്കുന്നവൻ, പരസ്യമായി അത്തരത്തിലുള്ള തമാടിത്തം ചെയ്യുന്നവനെ കണ്ടാൽ അവിടെയും ഒരു ശുക്രിന്റെ സുജൂദ് സുന്നത്തുണ്ടേ. എങ്ങനെ സുജൂദ്? അല്ലാഹ്, ഇവനെപ്പോലൊരു നിസ്കരിക്കാത്തവൻ നീ എന്നാക്കിയിട്ടില്ലല്ലോ, ഇവനെപ്പോലൊരു കള്ളുകുടിയനാക്കിയിട്ടില്ലല്ലോ, ഇവനെപ്പോലെ ആലിമീങ്ങളെ ചീത്ത പറയുന്നവനാക്കിയിട്ടില്ലല്ലോ, ഇവനെപ്പോലെ ദുഷ്ടനാക്കിയിട്ടില്ലല്ലോ എന്ന നിലക്ക് പടച്ച റബ്ബിന് ശുക്രിന് വേണ്ടി ഒരു സുജൂദ്. ആ സുജൂദ് ഇമാമിങ്ങൾ പറയുന്നു, ആ ദുഷ്ടനായ മനുഷ്യന്റെ മുന്നിൽ വെച്ച് തന്നെ നീ ചെയ്തോ. കാരണം ആ സുജൂദ് കണ്ടിട്ടവൻ പാഠം പഠിക്കട്ടെ. എന്നെ കാണുമ്പോ ഈമാനുള്ളവര് എന്നെ പോലെ ആയില്ല എന്നതിന്റെ പേരിൽ അതാ റബ്ബിന് നന്ദി ചെയ്ത് സുജൂദ് ചെയ്യുന്നുണ്ടല്ലോ എന്നവൻ കണ്ടുപഠിക്കട്ടെ. അങ്ങനെ ഒരു സുജൂദുണ്ട്. അല്ലാതെ സുഹൃത്തുക്കളെ, പടച്ച റബ്ബിന് വെറുതെ സുജൂദ് ചെയ്യുക അങ്ങനെ ഒരു ഏർപ്പാടില്ല. മറിച്ച് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, അപ്പോൾ അതിൽ 4 സുജൂദുണ്ടാകും. അതാണ് സാജിദീങ്ങളിൽ പെടുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. സുബ്ഹാനല്ലാഹ്, അല്ലാഹു പറയുന്ന നബി തങ്ങളോട്, ഓ നബിയേ, തങ്ങൾക്ക് എതിരാളികളുടെ, അതേ ശത്രുക്കളുടെ പല മനപ്രയാസവും ഉണ്ടാക്കുന്ന വാക്കുകൾ പറയുന്നുണ്ടവരല്ലേ. നബി തങ്ങളെ ഭ്രാന്തനാണെന്ന് പറഞ്ഞവരില്ലേ, അതുപോലെ ജ്യോത്സ്യനാണെന്ന് പറഞ്ഞവരില്ലേ, പാട്ടുകാരനാണെന്ന് പറഞ്ഞവരില്ലേ, അങ്ങനെ പലതും പറഞ്ഞിട്ടില്ലേ. പക്ഷേ അതൊക്കെ 40 വയസ്സായിട്ട് സത്യത്തിലേക്ക് ക്ഷണിച്ചപ്പോഴാണ്. അത് ക്ഷണിക്കുന്നതിന് മുമ്പ് അവരാരും ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. ഇത് ആശയപരമായ വെറുപ്പിനുള്ള പറച്ചിലാണ്. ആശയപരമായി നബി തങ്ങളെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് ശത്രുക്കൾ പറഞ്ഞ ആരോപണങ്ങളാണ്. അല്ലാഹു പറയുന്നു, അതിന്റെ പരിഹാരം എന്താണ്? ഓ മുഅ്മിനീങ്ങളെ, അതാ ഇസ്ലാമിനെതിരെ, മുസ്ലിമീങ്ങൾക്കെതിരെ ആരെങ്കിലും സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്ത് അതാ മുസ്ലിങ്ങൾക്ക് പ്രശ്നം വരുമ്പോൾ അതിന്റെ പരിഹാരം എന്താണെന്ന് ഇവിടുന്ന് പഠിച്ചു വെച്ചോ. ഖുർആനാണ് പറയുന്നത്, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, തങ്ങളെ റബ്ബിന് ഹംദ് ചെയ്തുകൊണ്ട് തസ്ബീഹ് ചൊല്ലിക്കോ. വകും മിനസ് സാജിദീൻ, അല്ലാഹുവിനെ സാഷ്ടാംഗം ചെയ്യുന്നവരിൽ ഉൾപ്പെട്ടോ. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, ഉറപ്പുള്ള ഒരു കാര്യമുണ്ടല്ലോ, ആർക്കും സംശയമില്ലാത്ത ഒരു കാര്യം. അതെന്താണ്? ജനിച്ചവർക്ക് മരണമുണ്ട്. മരിക്കാതിരിക്കാൻ ആകെ ഒരേ പോംവഴി മാത്രമേ ഉള്ളൂ.
ഉള്ളൂ, അത് ജനിക്കാതിരിക്കലാണ്. ജനിച്ചവർക്കെല്ലാം മരണമുണ്ട്. ആ ഉറപ്പായ മരണം വരുന്നത് വരെ വഅ്ബുദ് റബ്ബക, തങ്ങളെ സൃഷ്ടിച്ച് പോറ്റി വളർത്തിയ നാഥനായ അല്ലാഹ് വെറുതെ പറയുന്നതല്ല. റബ്ബിനത് പറയാൻ അവകാശമുണ്ട്. ഇല്ലായ്മയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചത് ആ റബ്ബാണ്. നിങ്ങളെ ഇവിടെ നിലനിർത്തുന്ന ആ റബ്ബാണ്. ഓക്സിജനും ഭക്ഷണവും വെള്ളവും എല്ലാം തന്നത് റബ്ബാണ്. ഇവിടെ നിൽക്കാനുള്ള സ്ഥലം തന്നത് റബ്ബാണ്. നടക്കാനുള്ള കാല് തന്നത് റബ്ബാണ്. എല്ലാം തന്ന റബ്ബ്. ആ റബ്ബിന് നീ ശരിക്കും അതാ ഇബാദത്തെടുത്തോ. വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, ഇവിടെ അല്ലാഹു തആല 4 കാര്യങ്ങൾ കൽപ്പിച്ചിരിക്കുന്നു. ഒന്ന് തസ്ബീഹാണ്, മറ്റൊന്ന് തഹ്മീദ്, അതാ വബിഹംദിഹി അല്ലെങ്കിൽ ബിഹംദി റബ്ബിക, അല്ലെങ്കിൽ അതാ അൽഹംദുലില്ലാഹ് റബ്ബിനെ സ്തുതിക്കലാണ്. മൂന്നാമത്തത് സുജൂദാണ്. നാലാമത്തത് ഇബാദത്താണ്. ആ 4 കാര്യം പറഞ്ഞിട്ട് ഇമാം റാസി തങ്ങൾ പറയുന്നു, ഇദാ വഹാദാ യദുല്ലു, ഈ ആയത്ത് അറിയിക്കുന്നുണ്ട്, അലാ അന്നൽ ഇബാദത, അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കുക എന്ന കാര്യം തുസീലു ദീഖൽ ഖൽബി, ഹൃദയത്തിന്റെ ഇടുക്കങ്ങളെ അത് നീക്കിക്കളയും. ഹൃദയത്തിന് സന്തോഷം വരും, ഹൃദയത്തിന് വികാസം വരും. ഓ മുഅ്മിനീങ്ങളെ, എന്ത് പ്രശ്നം വന്നാലും അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിക്കലാണ്. നിസ്കാരം കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളില്ല. അതല്ലേ വസ്തഈനു ബിസ്സബ്രി വസ്സലാം. നിസ്കാരം കൊണ്ട് സഹായം തേടിക്കോ, ക്ഷമ കൊണ്ട് സഹായം തേടിക്കോ. ഖുതുബിയ്യത്ത് ചൊല്ലുന്നതിന് മുമ്പ് ഒരു 12 റക്അത്ത് നിസ്കാരം കണ്ടില്ലേ? അത് സലാത്തുൽ ഹാജത്താണ്. ആവശ്യം വീട്ടിക്കിട്ടാനുള്ള നിസ്കാരമാണ്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് 2 കണ്ണിനും കാഴ്ചയില്ലാത്ത ആള് വന്നിട്ട് എനിക്ക് കാഴ്ച കിട്ടണം നബിയേ എന്ന് പറഞ്ഞപ്പോൾ ഹബീബ് നബി തങ്ങൾ ക്ഷമിച്ചാൽ വലിയ പ്രതിഫലമാണെന്ന് പറഞ്ഞു. ക്ഷമിക്കണം, ക്ഷമിച്ച പ്രതിഫലം വേണം. പക്ഷേ എനിക്ക് കണ്ണിന് കാഴ്ചയും വേണം. അല്ലാഹുവിന്റെ റസൂലിനോട് ആവശ്യപ്പെടുകയാണ്, കണ്ണിന് കാഴ്ച വേണം. സുബ്ഹാനല്ലാഹ്, കാഴ്ച കൊടുക്കുന്നവൻ റബ്ബായ അല്ലാഹുവാണ്. പക്ഷേ അല്ലാഹുവിങ്കൽ നിന്ന് കിട്ടാൻ വേണ്ടി അമ്പിയാക്കളോട് പറയലുണ്ട്, ഔലിയാക്കളോട് പറയലുണ്ട്, അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്. പറഞ്ഞപ്പോൾ അത് സഹാബത്തിന്റെ പതിവാണ്. വെള്ളം കിട്ടാത്ത സമയത്ത് റസൂലുള്ളാഹിനെ വിളിച്ചു ചൊല്ലിയില്ലേ, ലൈസാലനാ ഇല്ലാ ഇലൈകാ ഫിറാറുനാ ഐനാ ഫിറാറുൽ ഖൽഖി ഇല്ലാ ഇലർ റുസുലി. സൃഷ്ടികൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോ മുർസലീങ്ങൾ അടുക്കലല്ലാതെ എവിടെ ഓടി വരാനാണ് നബിയേ? അത് ദുനിയാവിൽ അങ്ങനെയാണ്, ആഖിറത്തിലും അങ്ങനെ തന്നെയാണ്. ആരും സഹായിക്കാനില്ലാത്ത റബ്ബിന്റെ കോടതിയിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യില്ലേ, ഫബൈനമാഹും ഇസ്തഗാസൂ ബിആദം, ആദം നബിയോട് സഹായം തേടുകയാണ്. അത് കഴിഞ്ഞ് അതാ അവിടുന്ന് സഹായം കിട്ടിയില്ല, നൂഹ് നബിയോട് തേടുകയാണ്, ഇബ്രാഹിം നബിയോട് തേടുകയാണ്, അതേ മൂസ നബിയോട് തേടുകയാണ്, ഈസാ നബിയോട് തേടുകയാണ്. ഒരു നബിയും റസൂലും പറയുന്നില്ല അള്ളാഹിനോട് മാത്രമേ തേടാവൂ, ഒരു റസൂലും നബിയും പറയുന്നില്ല. അവസാനം ഹബീബ് നബി തങ്ങളോട് തേടുകയാണ്. അനലഹാ, നിങ്ങളെ രക്ഷിക്കാൻ ഞാൻ തന്നെയാണോ എന്ന് പറഞ്ഞ് ഹബീബ് നബി തങ്ങൾ ശഫാഅത്ത് ചെയ്യുകയാണ്. ഓ സുഹൃത്തുക്കളെ, റബ്ബിൽ നിന്ന് കിട്ടാൻ വേണ്ടി മഹാന്മാരോട് തേടലുണ്ട്. അതാ അത് മാത്രമല്ലേ, കൊടുക്കുന്നവൻ അല്ലാഹ് മാത്രമാണെന്ന വിശ്വാസമല്ലേ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മനസ്സിന്റെ പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ നിസ്കാരമുണ്ടെന്നല്ലേ പറഞ്ഞത്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കണ്ണിന്റെ കാഴ്ച കിട്ടണമെന്ന് പറഞ്ഞപ്പോ അവിടുന്ന് പറഞ്ഞത് എന്താണ്? എന്നാ നന്നായി ഒന്ന് ഒതുവെടുക്കൂ. ഒതുവെന്ന് പറയുന്ന
എന്നത് ബഹുമാനപ്പെട്ട ഒരു ഇബാദത്താണ്. അതുകൊണ്ടല്ലേ അത് നിയ്യത്ത് നിർബന്ധമാണ്, അത് ബഹുമാനമുള്ള ഒരു ഇബാദത്താണ്. വുളുവോടെ നിങ്ങൾക്ക് എത്രത്തോളം ജീവിക്കാൻ കഴിയുമോ അത് വലിയ ഭാഗ്യമാണ്. എപ്പോഴാണ് റൂഹ് പിടിക്കുന്നതെന്ന് അറിയൂലല്ലോ. പെട്ടെന്ന് അസ്രായീൽ അലൈഹിസ്സലാം വരുമ്പോ അത് വുളുവോടുകൂടെ ആയി കിട്ടിയാൽ അത് വലിയ ഭാഗ്യമല്ലേ. ഇനിയൊന്ന് പറയട്ടെ മുഅ്മിനീങ്ങളെ, ഉറങ്ങാൻ കിടക്കുമ്പോൾ നന്നായി പല്ല് തേച്ച് ഒതുവെടുത്തുറങ്ങണേ. ഉറക്കിൽ മരിച്ചുപോയ എത്ര സുഹൃത്തുക്കളുടെ പേരെണ്ണാൻ കഴിയും എനിക്ക്. അല്ലാ, നീ അവർക്കൊക്കെ ഖബറിൽ സന്തോഷം കൊടുക്കണേ അല്ലാ. ആ ഉറക്കത്തിന് പോകുമ്പോ കന്നുകാലി കിടക്കും പോലെ കിടക്കല്ല, നന്നായൊന്ന് പല്ലൊക്കെ തേച്ച് ഒതുവെടുത്ത് കിടന്നോ. കഴിയുമെങ്കിൽ ഖിബിലക്ക് തിരിഞ്ഞു കിടന്നോ. ചിലർക്ക് സംശയമുണ്ടാകും, ഭാര്യന്റെ കൂടെ കിടക്കുമ്പോ ഒതു മുറിയൂലേ. അത് നീ പരിഗണിക്കണ്ട, മുറിയുന്നെങ്കിലും മുറിഞ്ഞോട്ടെ, അതിവിടെ പ്രശ്നമല്ല. നീ സൽക്കാരത്തിന് പോകാറില്ലേ? ആ സൽക്കാരത്തിന് തലശ്ശേരിയിലെ ഒരു നല്ല ബേക്കറിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള നല്ല സുന്ദരമായ കേക്ക് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. അതുപോലെ അതാ നല്ല ബത്തക്ക, അത് വല്ലാത്ത ഭംഗിയിൽ മുറിച്ചു വെച്ചിരിക്കുന്നു. അതുപോലെ വേറെ ചില ഫ്രൂട്ട്സുകൾ നല്ല ഭംഗിയിൽ വെച്ച് അതാ വെച്ചിരിക്കുന്നു. ചോദിക്കട്ടെ, ഇതിങ്ങനെ തൊട്ടിങ്ങ് തിന്നുമ്പോൾ ഇതങ്ങ് പൊട്ടിപ്പോകൂലേ എന്ന് വിചാരിച്ച് ഭംഗിയില്ലാതെ കൊണ്ടുവെക്കലുണ്ടോ? നീ ഒതുവെടുത്ത് പോയി കിടന്നുറങ്ങിക്കോ. അവിടെ ഭാര്യയെ തൊടുന്നത് നീ പ്രശ്നമാക്കണ്ടെന്ന് ആരിഫീങ്ങൾ ഔലിയാക്കളെ ഉപദേശമാണ്. ഹബീബ് നബി തങ്ങൾ ഒതുവോടുകൂടെ കിടക്കാൻ നമ്മളെ ഉപദേശിച്ചതാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഒതുവിന് വലിയ പവറുണ്ട്. ആ ഒതു എപ്പോഴും അതാ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്നവർക്ക് സിഹ്ർ പോലും പലപ്പോഴും ബാധിക്കൂല. കാരണം സിഹ്റിന്റെ പ്രവർത്തനം ശൈത്താന്റെ പ്രവർത്തനമാണ്. ഒതുവുള്ളവന്റെ അടുക്കിലേക്ക് ശൈത്താനിന് വലിയ സ്വാധീനമുണ്ടാകൂല. ഒതുവോടുകൂടെ ജീവിക്കൽ വലിയ ഭാഗ്യമാണ്. ഓ, ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ നീ കിടന്നുറങ്ങുമ്പോൾ ഒതുവോടെ കിടന്നുറങ്ങിക്കോ. അത് വലിയ ഇബാദത്താണ്. അള്ളാന്റെ റസൂല് പറയുന്നേ, നിങ്ങൾ നന്നായി ഒരു ഒതുവെടുക്കൂ. ഒതുവെടുക്കുമ്പോ കഴിവിന്റെ പരമാവധി സുന്നത്തൊക്കെ എടുത്തോളൂ, അതിന് വലിയ പുണ്യമാണ്. ആ ഒതുവെടുത്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കൂ. എന്നിട്ടോ നിങ്ങളൊരു ദുആ നടത്തൂ. നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, സഹീഹായ ഹദീസാണ്. എന്താണ് ആ ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ തവജ്ജഹു ഇലൈക ബിനബിയിക നബിയ്യിർ റഹ്മ യാ മുഹമ്മദ് ഇന്നി ഖദ് തവജ്ജഹതു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ലിതഖ്ദിയ ലി ഔ ലിതുഖ്ദാ ലി അല്ലാഹുമ്മ ഫശഫിഹു ഫിയ്യാ. അല്ലാഹുവേ, ഞാനിതാ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ പ്രവാചകരായ നബിതങ്ങളെ മുൻനിർത്തി നിന്നിലേക്ക് ഇടയാളനാക്കി മുന്നിട്ടിരിക്കുന്നു. റസൂലുള്ളാഹിനെ ഞാൻ ഇടയാളനാക്കിയിട്ട് നിന്നിലേക്ക് മുന്നിട്ടിരിക്കുന്നു. അല്ലാ, ആ നബിയെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു. അല്ലാ, അല്ലാഹുവോട് റസൂലുള്ളാഹിനെ തവസ്സുലാക്കുന്ന ദുആ. പിന്നെ റസൂലുള്ളാഹിനെ വിളിച്ച് ഇസ്തിഗാഥയാണ്. റസൂലുള്ളാഹിനെ നേരിൽ വിളിച്ച് തേടുന്ന ദുആയാണ്. യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ, ഇന്നി ഖദ് തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി. എന്റെ ഈ ആവശ്യം നിർവഹിച്ചിട്ടാൻ വേണ്ടി തങ്ങളെ അതാ ഇടയാളനാക്കി ഞാൻ എന്റെ റബ്ബിനോട് പറഞ്ഞിട്ടുണ്ട്. അതാ ലിതഖ്ദിയ ലി, തങ്ങളെന്റെ ആവശ്യം നിറവേറ്റി തരാനാണ് നബിയേ. അവിടെ തന്നെ ഒരു പകർപ്പിൽ, ഒരു കോപ്പിയിൽ ലിതുഖ്ദാ ലി, എന്റെ ആവശ്യം നിർവഹിച്ച് കിട്ടാനാണ്. രണ്ടും ഒരേ ആശയം തന്നെയാണ്. അല്ലാഹുമ്മ ഫശഫിഹു ഫിയ്യാ. അല്ലാഹുവേ, ഞാൻ നബി തങ്ങളോട് റെക്കമെന്റിന് പറഞ്ഞിട്ടുണ്ട്. ആ റെക്കമെന്റ് എന്റെ കാര്യത്തിൽ നീ ഒന്ന് സ്വീകരിക്കണേ. ഈ
ദുആ നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. ആ ദുആ സഹാബി നടത്തുന്നു. അദ്ദേഹം എഴുന്നേറ്റ് വരുമ്പോ കണ്ണിനൊരു രോഗവുമില്ല, സുന്ദരമായ കാഴ്ചയുള്ള കണ്ണോടുകൂടി അദ്ദേഹം അതാ എഴുന്നേറ്റ് വരുന്നു. ഈ ഹദീസ് സഹീഹാണെന്ന് എല്ലാ ഇമാമിയങ്ങളും പറയുന്നു. ഓ മുഅ്മിനീങ്ങളെ, മഹാന്മാരെ തവസ്സുലാക്കാം, മഹാന്മാരോട് ഇസ്തിഗാസ ചെയ്യാം. അതേ അതുപോലെ അവരോട് അതബോടെ ഗുരുത്വത്തോടെ അത്തരം കാര്യങ്ങളൊക്കെ ആകാം, ബറക്കത്തെടുക്കാം. അവരെ ഖബറിലടുക്കൽ ചെന്ന് യാസീനോദാം, ഫാത്തിഹോദാം. പക്ഷേ അവിടെ സുജൂദ് ചെയ്യൽ ഹറാമാണ്. അതേ കഅബ തവാഫ് ചെയ്യുന്നത് പോലെ അതാ ഖബർ ചുറ്റുന്നതും ഹറാമാണ്. ഇനി ഞാൻ പറയട്ടെ, അവിടെ ആണും പെണ്ണും മഖ്ബറയിൽ കൂടിക്കലരുന്നതും ഹറാമാണ്. അതേ ബാപ്പ കൂടെയില്ല, മക്കള് കൂടെയില്ല, ഭർത്താവ് കൂടെയില്ല. എന്നിട്ടോ ചില മനോരോഗികളായ സ്ത്രീകളെ നേരെ കൊണ്ടുപോയി ഏർവാടിയിൽ കൊണ്ടുപോയി ഇട്ടിട്ട് തിരിച്ചു വരുന്ന ചില പുരുഷന്മാരുണ്ട്. പാടില്ല കേട്ടോ. അങ്ങനെ അന്യ പെണ്ണിനെ അന്യ പുരുഷന്മാരുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ടിട്ട് ആ മനോരോഗികൾ അവിടെ അതാ പച്ചയായി കിടന്നുറങ്ങുന്നു. അതുപോലെ തന്നെ അവിടുന്ന് അതാ മറ്റ് പുരുഷന്മാര് കാണുന്നു. മറ്റ് പുരുഷന്മാരുമായി അവർക്ക് സമ്പർക്കം പുലർത്താൻ വരെ അവസരങ്ങളുണ്ടായാൽ കൊണ്ടുപോയി നിർത്തിയ നീ കുറ്റക്കാരനാണ് കേട്ടോ. ആ മനോരോഗിയായ പെണ്ണ് കുറ്റക്കാരിയല്ല, കാരണം അവർക്ക് ബുദ്ധിയില്ല. ഒരു കാര്യം കൂടി ഞാനിവിടെ പറയട്ടെ. സുബ്ഹാനല്ലാഹ്, ചില സ്ത്രീകളുണ്ട്, അവരെ ശരീരത്തിൽ ശൈത്താൻ കയറിയിട്ട് സംസാരിക്കും. ആ ശൈത്താൻ ഇളകി പറയുമ്പോ അവര് പലതും പറയും. ആ പറച്ചിൽ ചിലപ്പോ പറയും, അതാ സ്വന്തം ഭർത്താവിനോട് പറയും, നിങ്ങളെ ഉമ്മ നിങ്ങൾക്ക് സിഹർ ചെയ്തതാണ് എനിക്ക് രോഗമുണ്ടാകാൻ. ചിലപ്പോൾ പറയും, നിന്റെ അമ്മായി സിഹർ ചെയ്തതാണ്, അല്ലെങ്കിൽ നിന്റെ കുടുംബക്കാരൻ സിഹർ ചെയ്തതാണ്, അല്ലെ നിന്റെ അയൽവാസി സിഹർ ചെയ്തതാണ്. ഇങ്ങനെയൊക്കെ ശൈത്താൻ ഇളകി പറയുമ്പോ അതങ്ങനെ തന്നെ വിശ്വസിച്ചിട്ട് കുടുംബ ബന്ധം മുറിക്കുന്ന ചില വിവരം കെട്ടവരുണ്ട്. ഇന്നാലില്ലാഹ്, ശൈത്താന്റെ വാക്ക് വിശ്വസിക്കരുത് എന്ന് വയല് പറയേണ്ടതുണ്ടോ? ശൈത്താന്റെ വാക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ശൈത്താൻ ഇളകി പറയുന്നു ഒക്കെ വിശ്വസിച്ചിട്ട് എന്റെ അമ്മായി എനിക്ക് സിഹർ ചെയ്തു, എന്റെ ഉമ്മ എനിക്ക് സിഹർ ചെയ്തു എന്ന് തെറ്റിദ്ധരിക്കുന്നവനേക്കാൾ വിവരം കെട്ടവരുണ്ടോ? ഓ മുസ്ലിമീങ്ങളെ, നമുക്ക് നാഫിആയ ഇൽമ് വേണം കേട്ടോ. ഇസ്ലാമിന്റെ നിയമങ്ങൾ പഠിക്കണം കേട്ടോ. ഇസ്ലാമിന്റെ ആശയങ്ങൾ ഗ്രഹിക്കണം കേട്ടോ. നമ്മൾ പിഴച്ചു പോകാൻ പാടില്ല.